2024-25 ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്നലെ നടന്ന മത്സരങ്ങളും അവയുടെ റിസൾട്ടുകളും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ആഴ്സണലും ലാലിഗ വമ്പന്മാരായ റയൽ മാഡ്രിഡും തമ്മിൽ നടന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 3-0 ആഴ്സണൽ വിജയിച്ചു. ആഴ്സണലിൻ്റെ ഗ്രൗണ്ടിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ ഒരു ഗോൾ പോലും നേടാനാകാതെ ഞെട്ടിക്കുന്ന തോൽവിയാണ് റയൽ മാഡ്രിഡ് ഏറ്റുവാങ്ങിയത്. മത്സരത്തിൻ്റെ ആദ്യപാദത്തിൽ ഇരു ടീമുകളും ഒരു ഗോൾ പോലും നേടാനാകാതെ ഗോൾ രഹിത സമനിൽ പിരിഞ്ഞു. രണ്ടാം പകുതിയുടെ 58-ാമത്തെ മിനിറ്റിലും 70-ാമത്തെ മിനിറ്റിലും 2 ഗോൾ നേടിക്കൊണ്ട് റൈസ് ആഴ്സണലിനെ 2-0 മുന്നിലെത്തിച്ചു. 2 ഗോളുകളും ഫ്രീ കിക്കിലൂടെയായിരുന്നു റൈസ് നേടിയെടുത്തത്. മൂന്നാമത്തെ ഗോൾ മെറീനോ 75-ാമത്തെ മിനിറ്റിൽ നേടിയെടുത്തപ്പോൾ സ്കോർ 3-0. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ 3-0 വിജയവുമായി ആദ്യപാദത്തിൽ ഗംഭീര തുടക്കം തന്നെ നേടിയെടുക്കാൻ ആഴ്സണലിന് സാധിച്ചു. മത്സരത്തിൻ്റെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയെടുത്തതും റൈസ് തന്നെ. മത്സരത്തിൻ്റെ 90-ാമത്തെ മിനിറ്റിൽ കാമയുങ്ക റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത് റയൽ മാഡ്രിഡിന് രണ്ടാം പാദത്തിൽ തിരിച്ചടിയാകും. രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരം സീരിയയിലെ വമ്പന്മാരായ ഇന്റർ മിലാനും ബുണ്ടസ്ലീഗയിലെ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കും. ഈ മത്സരത്തിൽ 2-1 വിജയമാണ് ഇന്റർ മിലാൻ നേടിയെടുത്തത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ 38-ാമത്തെ മിനിറ്റിൽ ലാട്ടോറ മാർട്ടിനസിലൂടെ ഇന്റർ മിലാൻ തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തി. ആദ്യ പകുതി പിരിയുമ്പോൾ 1-0 ഇന്റർ മിലാൻ മുന്നിൽ. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ 85-ാമത്തെ മിനിറ്റിൽ ഇതിഹാസ താരം മുള്ളറിലൂടെ ബയേൺ മ്യൂണിക് തങ്ങളുടെ ഗോൾ മടക്കി. മത്സരം 1-1 സമനിലയിൽ. മത്സരം 1-1 സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു 88-ാമത്തെ മിനിറ്റിൽ ഫ്രാറ്റിസിയയുടെ ഇന്റർ മിലാൻ തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൻ്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ 2-1 വിജയവുമായി ഇന്റർ മിലാൻ ആദ്യ ലീഗ് സ്വന്തമാക്കി. മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കരസ്ഥമാക്കിയത് ഇന്റർ മിലാൻ്റെ താരമായ ബസ്റ്റോണിയായിരുന്നു.